ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ഇന്ന് ഈ ഒരു പ്ലെയിൻ നൈറ്റി മെറ്റീരിയലാണിത്. അത് ഞാൻ നൈറ്റി അളവിനൊക്കെ കട്ട് ചെയ്ത് വച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്നൊരു വർക്ക് ചെയ്തെടുക്കുകയാണ്. വർക്ക് എന്ന് ചോദിച്ചാൽ നമ്മളൊരു മെറ്റീരിയൽ ഈ ഡിസൈനുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അതും ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റിഫ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഈ തുണിയുടെ മുകളിൽ വെച്ചാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മോഡലിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിഫ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നെക്കും കട്ട് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് ഇച്ചിരി ഇറങ്ങിയ രീതിയിലുള്ള ഒരു മോഡലായിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഈ മെറ്റീരിയലിലിട്ട് നമുക്ക് ആദ്യം തന്നെ വച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നൈറ്റി മെറ്റീരിയലിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സെൻറ്റർ ജോയിൻ്റ് ചെയ്തൊരു പീസാണ്. അപ്പോൾ ഇത് ഈ ബാലൻസ് ചുരിദാറിൻ്റെ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ നെക്കിൻ്റെ വൈഡ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 6 ഇഞ്ച് വൈഡിലാണ് നെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് ഇപ്പുറത്തേക്കും 3 ഇഞ്ച് അപ്പുറത്തേക്കും ഇട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ ഒരു അടിപ്പുള്ളതുകൊണ്ട് ഞാനത് അങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പോൾ ആ അടിപ്പ് കറക്റ്റ് സെൻറ്ററിൽ വരാണെങ്കിൽ മെനകേടുണ്ടാവില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇനി എന്നിട്ട് നമുക്ക് ഈ നെക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ അടിപ്പ് വന്നേക്കണോടത്തിൽ സെൻറ്ററും വച്ചിട്ട് ഇങ്ങനെ വച്ചിട്ട് ഒറ്റ സ്റ്റിച്ച് നെക്കിൻ്റെ അതേ ഷേപ്പിൽ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണവരാണെങ്കിൽ ഈ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണതിന് എളുപ്പത്തിന് മുട്ടുസൂചി കുത്തി കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാത്തവർ ഇങ്ങനെ മുട്ടുസൂചി കുത്തി കൊടുത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെക്കൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് നൈറ്റി സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തെടുത്തില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ മോഡലിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാലൻസ് സ്റ്റിപ്പിൻ്റെ ഒരു 4 ഇഞ്ച് വീതിയിലിട്ടിട്ട് ഇത് ഇവിടെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. എല്ലാ ഭാഗവും അതേപോലെ തന്നെ 4 ഇഞ്ച് നമ്മൾ മടക്കി ഉള്ളിലേക്ക് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇതിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരികു ഭാഗം ഇങ്ങനെ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അടിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഈ സ്റ്റിഫ് തേച്ച് ഒട്ടിക്കുന്നതാണ് ഇതിലും ഭംഗി കേട്ടോ. എനിക്ക് അതിന് മടിയായതുകൊണ്ട് ഞാനത് സ്റ്റിച്ചിങ് ചെയ്തെന്നുള്ളൂ. തേച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലും കുറച്ചുകൂടെ ഫിനിഷിങ്ങിലിരിക്കും. പിന്നെ ഈ നൈറ്റി മെറ്റീരിയലിലൊക്കെ നമ്മൾ സ്റ്റിഫ് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ നൈറ്റി കട്ട് ചെയ്ത് ചെയ്യണേലും നെക്ക് കട്ട് ചെയ്ത് ചെയ്യണേലും ഇത് സ്റ്റിഫ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫിനിഷിങ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കണം. ഇനി ഇത് നമ്മുടെ നെയ്റ്റിയുടെ ഫ്രണ്ടിൽ വെച്ച് അടിച്ചു കൊടുത്തിട്ട് ബാക്കി നെയ്റ്റി സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാ സെൻറ്ററും മാർക്ക് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ലുക്കാണ് കേട്ടോ കാണിക്കുന്നത്. മറ്റതൊന്നും ഞാൻ കാണിച്ചില്ല. ഇപ്പോൾ ഈ കയ്യിലും വച്ചിട്ടുണ്ട് ഞാൻ ആ മെറ്റീരിയൽ തന്നെ. ഒരു 1.25 ഇഞ്ച് വീതിയിൽ 2 കയ്യിലും അതേ മെറ്റീരിയൽ വെച്ച് തന്നെ ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊരു ഇതും കൊടുത്തിട്ടുണ്ട്, കെട്ടും കൊടുത്താണ് ചെയ്തേക്കണം. അപ്പോൾ അത്യാവശ്യം പ്ലെയിൻ നൈറ്റി ആയിരുന്നെങ്കിലും ഈ വർക്കൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കയ്യിലും കൈയൊക്കെ പ്ലെയിൻ കിടന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ പൈപ്പിങ് കൊടുക്കാം കയ്യിൽ. ഇത് ഇഷ്ടമില്ലാത്തവർക്ക്, ഇത്ര വീതിയിൽ ചെയ്യാണ്ടാത്തവർക്ക് കയ്യിൽ പൈപ്പിങ് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തെന്നുള്ളൂ. എനിക്ക് കുഴപ്പമില്ലാത്തതായിട്ട് തോന്നി. പിന്നെ നെക്കും കണ്ടു നല്ല ചുരിദാർ മോഡലിൻ്റെ നെക്കൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ